Students, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ്. ഈ ഡിമാൻഡിനെ നമ്മുടെ പ്രൈസ് വെച്ചിട്ടാണ് ലോ മെൻഷൻ ചെയ്തത്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് അല്ലാതെ വേറെ എന്തെല്ലാം ഡിറ്റർമിനൻസ് ആണ് ഡിമാൻഡിലുള്ളത്? ഇൻകം ഉണ്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ലൈക്ക് ദ സപ്ലിമെൻ്ററി ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ദെൻ ദ എമൗണ്ട് വി സ്പെൻഡ് ഓൺ ദി അഡ്വർടൈസ്മെൻറ്റ്, ദ കൺസ്യൂമർ പ്രിഫറൻസ്, ദ നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, മണി സപ്ലൈ, ടാക്സേഷൻ, സീസണൽ ഗുഡ്സ്, ഇതെല്ലാം ഡിറ്റർമിനൻസ് ആയിരുന്നു. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എൻഡ് ചെയ്തു. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് എവറിത്തിങ്. സോ നെക്സ്റ്റ് വി ഓൺ ടു ഡീൽ വിത്ത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഡിമാൻഡ്. എന്തെല്ലാം ടൈപ്സ് ഓഫ് ഡിമാൻഡാണ് നമ്മളുടെ എക്കോണമിയിലുള്ളത്? ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഈസ് ദ ഡയറക്റ്റ് ഡിമാൻഡ് വേഴ്സസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡയറക്റ്റ് ഡിമാൻഡും അതുപോലെ ഡിറൈവ്ഡ് ഡിമാൻഡും. ഡയറക്റ്റ് ഡിമാൻഡ് എന്തായിരിക്കും? ഡയറക്റ്റ് ആയിട്ടുണ്ടാവുന്ന അല്ലേ? ഇപ്പം ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ കൺസ്യൂമർ ഗുഡ്സും നോൺ കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ് എന്താ? നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഡയറക്റ്റ് യൂസിന് വേണ്ടി, അവരുടെ അൾട്ടിമേറ്റ് കൺസപ്ഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഗുഡ്സിനെ നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ ഗുഡ്സിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സും നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സും. ഡ്യൂറബിൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് നാൾ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ടി വി, കാർ, ടെലിവിഷൻ ഓർ റേഡിയോ, ദെൻ എയർ കണ്ടീഷൻ, ഫാൻസ്, ഇതെല്ലാം എന്ന് വെച്ചാൽ കൂടുതൽ നാൾ നിൽക്കുന്ന, അത് ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സാണ്. അതുപോലെ നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. നമ്മുടെ എക്സാമ്പിൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒറ്റ പ്രാവശ്യം മാത്രമേ, വൺ ടൈം യൂസ് മാത്രം, അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു പോകുന്നു. പക്ഷേ എയർ കണ്ടീഷണറൊന്നും അങ്ങനെയല്ലല്ലോ, വി ക്യാൻ യൂസ് ഇറ്റ് മെനി ടൈംസ്. സോ ദീസ് ഡിമാൻഡ്, ദ കൈൻഡ് ഓഫ് ഡിമാൻഡ് ഫോർ സച്ച് ടൈപ്പ് ഓഫ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ആർ കോൾഡ് ദ ഡയറക്റ്റ് ഡിമാൻഡ്. അങ്ങനെയുള്ള ഗുഡ്സിനെ നമ്മൾ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, സിൻസ് ദ ഡയറക്റ്റ് ഡിമാൻഡ് ഓർ ദ ഡിമാൻഡ് ഫോർ ദ കൺസ്യൂമർ ഗുഡ് ഇസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഡിമാൻഡ് ഓഫ് എനി അതർ ഗുഡ്സ്. വേറൊരു ഗുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ നമ്മളുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ്. നമ്മൾക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് എയർ കണ്ടീഷൻ വേണം, ഫ്രിഡ്ജ് വേണം. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ എനി demand for any other goods. So such type of demand is known as autonomous demand. അപ്പോൾ ഡയറക്റ്റ് ഡിമാൻഡിനെ തന്നെ നമുക്ക് ഓട്ടോണോമസ് ഡിമാൻഡ് എന്നും പറയാം. ഓക്കെ, അപ്പം ഒരു കൺസ്യൂമർ ഗുഡിനുണ്ടാവുന്ന ഡിമാൻഡാണ് നമ്മളുടെ ഡയറക്റ്റ് ഡിമാൻഡ്, വിച്ച് ഡസൻ റിക്വയർ എ ഡിമാൻഡ് ഫോർ എനി അതർ ഗുഡ് ടു ക്രിയേറ്റ്സ് ഇറ്റ്സ് ഡിമാൻഡ്. ഇനി ഡിറൈവ് ഡിമാൻഡ്, പ്രൊഡ്യൂസർ ഗുഡ്സ്. പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? വേറെ എന്തെങ്കിലും ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെ നമ്മൾ പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയും. ദാറ്റ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ മെൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സം അതർ ഗുഡ്സ്. സോ ദിസ് വിൽ ബി ഓൺലി പ്രൊഡ്യൂസ്ഡ് ഓർ പർച്ചേസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ദ റോ മെറ്റീരിയൽസ്, സ്പെയർ പാർട്സ് അല്ല. അപ്പം ഏതെങ്കിലും ഒരു കൺസ്യൂമർ ഗുഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഒരു റെഫ്രിജറേറ്ററിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, ടി വി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ടി വിയെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു കൺസ്യൂമർ ഗുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിമാൻഡ് വരിക, ഒരു പ്രൊഡ്യൂസർ ഗുഡിൻ്റെ ഡിമാൻഡ് വരുന്നത്. അങ്ങനെ ഡിമാൻഡ് ഒന്നുകൊണ്ടുണ്ടാവുന്ന ഡിമാൻഡ്സിനെ നമ്മൾ ഡിറൈവ് ഡിമാൻഡ് എന്ന് പറയും. സോ ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡ്യൂസർ ഗുഡ്സ് ഇസ് കോൾഡ് as derived demands. For example, the demand for the petrol is derived from the demand for the car. കാറാണ് നമ്മുടെ കൺസ്യൂമർ ഗുഡ്, എന്നാൽ പെട്രോൾ ഒരു പ്രൊഡ്യൂസർ ഗുഡാണ്. അപ്പം ഡിമാൻഡ് ഫോർ പെട്രോൾ ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ കാർ. സോ സച്ച് ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഇസ് കോൾഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിമാൻഡാണ് ഡയറക്റ്റ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. സെക്കൻഡ് ടൈപ്പ് ഇസ് ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? It is the quantity of a commodity an individual is ready to buy at a particular price during a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ നമ്മൾ വാങ്ങാം. ഓരോ ഇൻഡിവിജ്വൽ ഒരു കമ്മോഡിറ്റി എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദാറ്റ് ഈസ് കോൾഡ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ്. സോ അതെപ്പോഴെങ്ങനെ ഒരു കൺസ്യൂമറിനെ മാത്രം, ഓരോ കൺസ്യൂമേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യുമ്പോൾ, എന്നാൽ ഈ എല്ലാ കൺസ്യൂമേഴ്സിനെയും കൂടെ അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിനെയും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഉള്ളതാണ് മാർക്കറ്റ് ഡിമാൻഡ്. സോ ഇറ്റ് ഈസ് എ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി വിച്ച് ഓൾ ദ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഇൻ എ മാർക്കറ്റ് വുഡ് ലൈക്ക് ടു ബൈ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ആൻഡ് എ പെർട്ടിക്കുലർ പീരീഡ്. പെർട്ടിക്കുലർ ടൈമിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ എല്ലാവരും കൂടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അത് മാർക്കറ്റ് ഡിമാൻഡ്. അതാണ് ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. The third type is company demand and the industry demand. കമ്പനിയും ഇൻഡസ്ട്രിയും വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പോൾ സിമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഫാക്ടർ മാത്രമായിരിക്കും കമ്പനി ആയിട്ട് വരുന്നത്. സോ ദ കമ്പനി ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി. ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്ട്സിന് ഉണ്ടാകുന്ന ഡിമാൻഡിനെ നമ്മൾ കമ്പനി ഡിമാൻഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദ ഡിമാൻഡ് ഫോർ ദ സിമെൻറ്റ് പ്രൊഡ്യൂസ് ബൈ ദ ലാർസൻ ആൻഡ് ടർബോ, L&T കമ്പനി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ L&T കമ്പനിയുടെ സിമെൻറ്റിന് ഉണ്ടാകുന്ന ഡിമാൻഡ്, അതൊരു കമ്പനി ഡിമാൻഡാണ്. വൈലാസ്
The industry demand refers to the total demand for the products produced by a firms taken together in an industry. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് വരുന്ന ഫുൾ ഡിമാൻഡ്. ഇപ്പോൾ ടോട്ടൽ സിമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ഇല്ലേ? ഫോർ എക്സാമ്പിൾ ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ സിമെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സിമെൻറ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡസ്ട്രി ഡിമാൻഡ്. L&Tയുടെ സിമെൻറ്റിന് മാത്രമുള്ള ഡിമാൻഡ് കമ്പനി ഡിമാൻഡും ടോട്ടൽ സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്ന ഡിമാൻഡ് industry demand. For 3 types of demands we have discussed: the direct and derived demand, the individual and market demand, and the third company and industry demand. അപ്പം നമ്മൾ ഡിമാൻഡിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് എങ്ങനെ, അതുപോലെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നു, ആൻഡ് വോട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ഇനിയുള്ളത് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. ദിസ് യു വോണ്ട് ടു ലിസൺ കെയർഫുള്ളി. ഇതിൽ ഡയഗ്രാംസ് വെച്ചായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ എക്സ്റ്റൻഷൻ ആൻഡ് ദ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന് ചിലപ്പോൾ എക്സ്റ്റൻഷൻ ഉണ്ടാവാം, ചിലപ്പോൾ കോൺട്രാക്ഷൻ ഉണ്ടാവാം. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഡിമാൻഡ് പ്രൈസ് അല്ലാതെ വേറെ പല ഫാക്ടറും കൊണ്ട് മാറുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പ്രൈസ് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ, so whenever there is a quantity or change in quantity demanded as a result of the change in price, ഒരു പ്രൈസിൻ്റെ കൊണ്ട് മാത്രം ക്വാണ്ടിറ്റിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നെങ്കിൽ ആ മാറ്റങ്ങൾ എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഡിമാൻഡിൽ എക്സ്റ്റൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിമാൻഡിൽ കോൺട്രാക്ഷൻ ഉണ്ടാകാം. ഹിയർ ദ ചേഞ്ച് ഇസ് ഓൺലി ഫോർ ദ പ്രൈസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ പ്രൈസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബാക്കി ഒരു ഡിറ്റർമിനൻസും കൺസിഡർ ചെയ്യണില്ല. വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് ഓൺലി പ്രൈസ് വിച്ച് അഫക്ട് ദ demand for the product. So when there is an increase in the quantity demanded as a result of a fall in price, extension of demand is said to be taken place. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഒരു പ്രൈസ് കുറഞ്ഞു. ഇവിടെ PE എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് അത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ P2യിലേക്ക് വരുന്നു. P2യിലേക്ക് വരുമ്പോൾ എന്താ? Pയുടെ നേരെ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി QE ആയിരുന്നു. P2യിലേക്ക് മാറുന്നപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടി, Q2 ആയി അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ ഇരുന്ന ഡിമാൻഡ് QE പോയിന്റിൽ ഇരുന്ന ഡിമാൻഡ് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയി. എക്സ്റ്റൻഷൻ എന്ന് പച്ച ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡഡ് ആയി. സോ ദ പ്രൈസ് വെൻ ഫോൾസ് ഡൗൺ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ സീയിങ്, ഇതാണ് പ്രൈസ്, ഇതും കൂടെയുള്ള പോയിന്റ് QE. ഇതായിരുന്നു ഫസ്റ്റ് ഡിമാൻഡ്. പിന്നെ P എന്ന പ്രൈസ് ലോ ഡൗൺ ആയിട്ട് എവിടെ വന്നു? P2യിലേക്ക് എത്തി. അപ്പോൾ P2യിലേക്ക് എത്തിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് താഴോട്ടായി, എന്ന് വെച്ചാൽ QEന്ന് Q2യിലേക്ക് വന്നു. ദാറ്റ് ഇസ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി. QEന്ന് Q2യിലേക്ക് വരുമ്പോൾ കൂടുക വരുന്നത്. അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടി. ദിസ് ഇസ് കോൾഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി റിവേഴ്സ് നോക്കുകയാണ്. പ്രൈസ് PE ആയിരുന്നു, PE ആണ് പ്രൈസ്. വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ടു P1, വാട്ട് ഹാപ്പൻസ്? പിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് QE ആയിരുന്നു. P1 ആയപ്പോൾ എന്തായി? Q1ലേക്ക് വന്നു. ദാറ്റ് ഈസ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി. QEന്ന് Q1ലേക്ക് വന്നു, ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി, വൈൽ PEന്ന് P1ലേക്ക് വന്നപ്പോൾ ഇൻക്രീസ് ഇൻ ദ പ്രൈസ്. വെൻ ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ്, വാട്ട് ഹാപ്പൻസ്? എ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റെഡ്യൂസസ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് കോൺട്രാക്ഷൻ. അപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു, പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി കുറഞ്ഞു. അതിനെയാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞപ്പം. ബാക്കി ഒരു ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ വേറെ ഒരു ഫാക്ടർ നമ്മുടെ ഇൻകമോ അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എമൗണ്ടോ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ഓൺലി പ്രൈസ് ഇസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ്. വെൻ വി ആർ ടേക്കിംഗ് ദാറ്റ് കൺസിഡറേഷൻ, വി ഹിയർ സീ ദാറ്റ് വെൻ ദ പ്രൈസ് increases, the quantity decreases, and when the quantity decreases, it is called contraction. When the price decreases, the quantity increases, which is called the extension. Okay, hope you have understood. ഇവിടെ നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്ന പ്രൈസും ക്വാണ്ടിറ്റി ആയിട്ട്. അപ്പോൾ ഡിമാൻഡ് കർവാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് ഡിമാൻഡ് കർവാണ്. പ്രൈസ് ഇവിടെയും അതുപോലെ ക്വാണ്ടിറ്റിയും കൂടെ മെൻഷൻ ചെയ്തപ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങനെ വന്നു. അതിൽ പ്രൈസ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ആയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വൺ കൺസെപ്റ്റ്, ദ എക്സ്റ്റൻഷൻ ആൻഡ് ദ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇനി ഉണ്ടാവുന്ന ഡിമാൻഡിൽ ഒരു ഫാക്ടറാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ദാറ്റ് ഇസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടാനും കുറയാനും ഉള്ള കാരണം.
That is, when the demand changes as a result of change in the factors other than the price. നമ്മൾ ആദ്യം പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചപ്പോൾ പ്രൈസ് മാത്രം ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് പ്രൈസ് മാത്രം വേരി ചെയ്യിപ്പിച്ചപ്പോൾ ഉണ്ടായതാണ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും. ഇനി പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ ചേഞ്ചിങ്, വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി എ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. So, shift in demand will be caused by the factors such as the change in the consumer income, their taste and preference, the price of the related goods, etc. അപ്പോൾ പ്രൈസിൻ്റെ കൊണ്ടല്ലാതെ വേറെ എല്ലാ ഫാക്ടേഴ്സ് കൊണ്ട് നടക്കുന്ന ഷിഫ്റ്റിനെ നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. അതൊന്നെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകാം, അതുപോലെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവാം. ഓക്കെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും. ദിസ് ഇസ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. ഈ ഫസ്റ്റ് ഡയഗ്രാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. ഇതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ് കർവെങ്കിൽ ബൈ ദി ചേഞ്ച് ഇൻ ദ ഫാക്ടേഴ്സ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓർ ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ്. വേറൊരു കേസാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ആദ്യം ഉണ്ടായിരുന്ന ഡയഗ്രത്തിൽ നിന്ന് എന്താ പറ്റുക, ഇതായിരുന്നു ഡിമാൻഡ് കർവെങ്കിൽ അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ദിസ് ഇസ് ദ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. So, a rightward shift in the demand implies that more quantity are demanded at a price which remain constant. More quantity demand, ഇതായിരുന്നു ആദ്യത്തെ ക്വാണ്ടിറ്റി എങ്കിൽ പിന്നെ ക്വാണ്ടിറ്റി എങ്ങനെ ഇങ്ങോട്ട് മാറി ഇല്ലേ, ക്വാണ്ടിറ്റിയുടെ വ്യത്യാസങ്ങൾ ഇവിടെ വന്നു. സോ ഇവിടെ ക്വാണ്ടിറ്റി ആയിരുന്നത് ഇങ്ങോട്ട് മാറി. ദാറ്റ് ഇസ് കോൾഡ് ദ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. സോ ദർ ഇസ് ഓൾവേസ് വാട്ട് ഹാപ്പൻ, ദർ വിൽ ബി എൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. റൈറ്റിലോട്ട് വരുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡാണ് കാണുന്നത്. എന്നാൽ ഇവിടെ decrease in demand, that is leftward shift of demand curve implies that fewer quantities are demanded. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന പിന്നെ എത്രയായി ഇങ്ങോട്ട് മാറി. So there is a decrease in the quantity demanded, that is decrease in the demand which is due to the leftward shift of demand curve. ഇപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഇത് റൈറ്റ് വേർഡ് ഷിഫ്റ്റും ഇത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റുമാണ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ദീസ് ടു ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് ആർ കോസ് ഡ്യൂ ടു ദ അതർ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് പ്രൈസ്. പ്രൈസ് കൺസിഡർ ചെയ്യാതെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാത്രം നോക്കിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആയിരുന്നു. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് മാത്രം മാറുന്നു, ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പ്രൈസ് കൂടുന്നു, ക്വാണ്ടിറ്റി കുറയുന്നു. ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ആൻഡ് പ്രൈസ് കുറയുമ്പോൾ quantity കൂടുന്നു, it is called extension of demand. Second, there is a shift in demand which may be rightward or leftward. Rightward shift means there is an increase in the demand and leftward shift means there is a decrease in the demand. ഇത് പ്രൈസ് അല്ലാതെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ആണ്. So in this diagram we are showing two types. First one is the extension and contraction of demand ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ്വേർഡ് ആൻഡ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടുണ്ടാകുന്ന കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഇത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും. ഇത് rightward shift of demand or increase in demand and the leftward shift of demand, that is the decrease in the demand. Okay, so these are the key differences between the two movement, നമ്മുടെ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ അതുപോലെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് അസൈൻമെൻ്റ് ആയിട്ട് ഫസ്റ്റ് എഴുതേണ്ട ഇതാണ്. ഇതൊരു അസൈൻമെൻ്റ് ആണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മളുടെ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡിലും അതുപോലെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡിൽ ഏത് ഫാക്ടറാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുന്നത്, ഇതും മെൻഷൻഡ് ആയിരിക്കണം. ഓക്കെ, സോ that concept is over. Next one is what is elasticity of demand. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിനകത്ത് നിങ്ങൾ കുറേ ഡയഗ്രാംസ് പഠിക്കണം. ഈ ഡയഗ്രാംസ് ഒക്കെ കമ്പൽസറി ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡിമാൻഡിൻ്റെ പല ഡിറ്റർമിനൻസ് പറഞ്ഞില്ലേ, പല ഡിറ്റർമിനൻസ് മാറുന്നു, പ്രൈസ് മാറുന്നു, ഓരോ ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ കുറഞ്ഞു വരും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ചേഞ്ച് ഇൻ ദോസ് ഡിമാൻഡ് ഡിറ്റർമിനൻസ്. എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് മാറുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട്, ഇൻകം മാറുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് മാറുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട്. അങ്ങനെ വാട്ട് ഇസ് ദ റേഞ്ച് ഓർ വാട്ട് ഇസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ്, ദാറ്റ് ഈസ് മെഷേർഡ് വിത്ത് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എത്രത്തോളം വലിയുന്നുണ്ട്, എത്രത്തോളം മാറ്റം വരുന്നുണ്ട്. സോ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി demanded of a product to a change in the demand determinants, it is known as elasticity of demand. So what is the extent of the change shown by the determinants change,
that is shown in the elasticity of demand. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ 4 കൺസെപ്റ്റാണ് എടുക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി. എന്തെല്ലാമാണോ ഫാക്ടേഴ്സ് നമ്മളുടെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രൈസ് ഒരു ഡിറ്റർമിനൻ്റ് ആണെന്നറിയാം. അപ്പോൾ പ്രൈസ് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ കൺസ്യൂമറിൻ്റെ ആ പ്രൊഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് എത്രത്തോളം മാറുന്നുണ്ട്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ടു എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൈസ് മാറുന്നതിനനുസരിച്ച് കൺസ്യൂമറിന് എത്രത്തോളം ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പം നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എത്ര മാറുന്നോ അതാണ് മുകളിലത്തെ പെർസെൻറ്റേജ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഇസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എത്ര ക്വാണ്ടിറ്റി കുറവാണോ കൂടുതലാണോ നമ്മൾ വാങ്ങുന്നത്, പ്രൈസിന് മാറ്റം അനുസരിച്ച്. അതാണ് ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓർ ദ പെർസെൻറ്റേജ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്. ഓക്കെ, സോ ഈ ഒരു കാര്യം അപ്പോൾ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പ്രൈസ് ഇപ്പോൾ 10 രൂപയായിരുന്നതിന് ഒരു പ്രൊഡക്റ്റിന് 20 രൂപയാക്കി. അപ്പം പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കുറയണം. അപ്പോൾ ഡിമാൻഡ് 2 ഉണ്ടായിരുന്നത് എന്താവും, 1 ആകാം. പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ എത്രത്തോളം കുറയുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാനാണ്. സോ ഓൾവേസ് ഇറ്റ് വോണ്ട് ബി ഈക്വലി പ്രൊപ്പോർഷണൽ. നമ്മൾ കറക്റ്റ് ഇവിടെ ഒന്ന് കൂടിയാൽ അവിടെ ഒന്ന് കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല രീതിയിലാണ് മാറുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റീൻ്റെ ഓരോ ഡിഗ്രീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി തന്നെ 5 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിൽ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇപ്പോൾ ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് ഇവിടെ നമ്മളൊരു പടം കാണുന്നുണ്ട്. അതിലെന്താ, പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുക അല്ലേ. പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു. ദാറ്റ് ഇസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ്. So when the demand for a product increases or decreases, when there is no change in the price, it is known as perfect elastic demand. നമ്മുടെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടും നമ്മുടെ ഡിമാൻഡിന് മാറ്റം വരിക, നേരെ പോകുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആദ്യം കുറവായിരുന്നെങ്കിൽ അത് കൂടി വരുന്നു. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. എക്സ് ആക്സിസിന് സെയിം രീതിയിൽ പാരലലായിട്ടാണ് നമ്മുടെ ഡിമാൻഡ് കർവ് വന്നിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലലായിട്ട് തന്നെയാണ് ഡിമാൻഡ് കർവ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് വെൻ എ സ്മോൾ ഫോൾ ഇൻ ദ പ്രൈസ് വിൽ ലീഡ് ടു ദി unlimited extension of demand and a small rise in price which lead to unlimited contraction of demand. ഇപ്പോൾ ഒരു ചെറിയ പ്രൈസിന് വ്യത്യാസം വന്നാലും വളരെ അധികമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മാറും എന്നാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ബിക്കോസ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ദെയർഫോർ ഇഫ് എനി ഫേം ഇൻക്രീസസ് ഇറ്റ് പ്രൈസ് ദ consumer should shift to other firms and reduce the price. It can attract more consumers from other firms. അപ്പം നമ്മളുടെ പോലെ തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു മാർക്കറ്റാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കുന്നുണ്ടാവും. സോ ഇഫ് ദ പ്രൈസ് ഫോർ മൈ പ്രൊഡക്റ്റ് ഇൻക്രീസസ്, ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു ഷാംപൂ ആണെങ്കിൽ, ഷാംപൂ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു പ്രൈസിന് ഇൻക്രീസ് കൊടുത്തു. ഇവിടെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടേ ഡിമാൻഡ് മാറി. അപ്പോൾ പ്രൈസിന് ചെറിയൊരു ഇൻക്രീസ് കൊടുത്താൽ തന്നെ എന്ത് പറ്റും, വലിയ രീതിയിൽ ഡിമാൻഡ് മാറും. എന്ത് സംഭവിക്കും, എൻ്റെ കസ്റ്റമേഴ്സ് മുഴുവൻ വേറെ കമ്പനിയിലേക്ക് പോകാം. അതേപോലെ തന്നെ വേറെ കമ്പനിക്കാരുടെ പ്രൊഡക്റ്റിന് എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കുറച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഷിഫ്റ്റ് ഫ്രം ദ കമ്പനി ടു മൈ കമ്പനി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. സോ ഹിയർ ദ
EP നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റിനെ നമ്മൾ മെഷർ ചെയ്യണ EP എന്ന കുഞ്ഞ് ഇയും പിയും വെച്ചിട്ടാണ്. അത് ഇൻഫിനിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇലാസ്റ്റിറ്റി ഈസ് അൺലിമിറ്റഡ്. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് കേസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സെക്കൻഡ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ചാൽ സീറോ ഇലാസ്റ്റിറ്റി എന്ന് പറയാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഓർ സീറോ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, പ്രൈസ് ഇതാണ് പ്രൈസ് അല്ലേ, ഡോളർ സൈനിലിട്ടിരിക്കുന്ന പ്രൈസും ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. അപ്പോൾ പ്രൈസ് കോൺസ്റ്റൻ്റ് അല്ല, പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രൈസ്, ഇവിടെ ഒരു പ്രൈസ്, ഇവിടെ ഒരു പ്രൈസ്, എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ പ്രൈസ് പലതായിരിക്കുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഇല്ല. പ്രൈസ് പലത് വെച്ചിട്ടും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താ ഒരേ രീതിയിൽ അല്ലെ, ഈ പോയിന്റിൽ തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് നിൽക്കുന്നത്. ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കർവാണ്. അപ്പം ഈ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. എത്രത്തോളം പ്രൈസ് കൂട്ടുന്നു, ഇറ്റ് റിമെയിൻസ് സെയിം. സോ ഇറ്റ് ഗീവ്സ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു, എക്സ് ആക്സിസിന് പാരലായിട്ടാണ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ വന്നത്, വൈൽ ഇൻ ഇലാസ്റ്റിക് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. സോ വാട്ട് എവർ ബി ദ പ്രൈസ് ചേഞ്ചസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ റിമെയിൻ അൺചേഞ്ച്. So the demand is said to be inelastic when the demand is unaffected by the change in price. Price എത്രത്തോളം മാറ്റിയോ, there is no change in the demand. So the quantity demanded does not respond to the rise or fall in price. ഇവിടെ കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും എന്താ സംഭവിക്കുന്നത്, ക്വാണ്ടിറ്റി റിമെയിൻസ് സെയിം. So in this case the elasticity of demand, that is EP based on the price is 0 ആണ് ഇലാസ്റ്റിറ്റി. മറ്റേടത്ത് ഇൻഫിനിറ്റി ആയിരുന്നു, ഇവിടെ 0 ആണ് ഇലാസ്റ്റിറ്റിയുടെ equation. So the demand curve will be always vertical straight line parallel to parallel to y axis. Y axis ആണ് ഇത്. Y axisന് പാരലൽ ആണ്, പക്ഷേ x axisന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ദ തേർഡ് വൺ ഇസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്തായിരിക്കാം, ഇവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, സ്ലോപ്പിംഗ്, നമ്മുടെ നോർമൽ ഗ്രാഫിനെ പോലെ. സോ ദ ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ എ മോർ ദാൻ പ്രപ്പോർഷണൽ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇപ്പം ചേഞ്ച് ഇൻ പ്രൈസ്, ചെറിയൊരു ചേഞ്ച് ഇൻ പ്രൈസ് വന്നാൽ അതിന് വളരെയധികം കൂടുതലായിട്ടായിരിക്കും ക്വാണ്ടിറ്റി വ്യത്യാസം വരുന്നത്. ഇവിടെ വെൻ ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ്, ഇറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ പ്രൈസാണ്, പ്രൈസിനൊരു ചെറിയ വ്യത്യാസം വന്നാലും ക്വാണ്ടിറ്റിയിൽ വലിയ വ്യത്യാസമായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും വരുന്നത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമാണെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നു. അങ്ങനെയുള്ള കേസിനെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഹിയർ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു പ്രൈസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. കുഞ്ഞ് പ്രൈസിൻ്റെ ചേഞ്ച് തന്നെ വലിയ ചേഞ്ച് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവരുന്നു. ഇപ്പം പ്രൈസ് 1 രൂപ എന്നുള്ളത് 2 രൂപയാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 5 എന്നുള്ളത് ചിലപ്പോൾ 20 ആകാം. അപ്പോൾ ഇവിടെ ചേഞ്ച് എങ്ങനെയാണ് വന്നത്, പ്രൈസിൻ്റെ ചേഞ്ച് ജസ്റ്റ് 1 ആണ്, പക്ഷേ ഇവിടെ 5 എന്നുള്ളത് 20 ആകുമ്പോൾ 15 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ വിത്ത് ദ സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് ദർ വിൽ ബി എ ഹ്യൂജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി. ഇറ്റ് ഇസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇനിയുള്ളത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പം നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലായി, ഇവിടെ എങ്ങനെയായിരുന്നു ഗ്രാഫ്, ഇച്ചിരി സ്ലോപ്പായിട്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചേഞ്ച് വന്നാൽ ഇവിടെ വലിയ ചേഞ്ച് വരുന്നു. ഓക്കെ, പക്ഷേ അടുത്ത കേസിൽ നോക്കുമ്പോൾ സ്ട്രെയിറ്റാണ്, കുറച്ചുകൂടെ കുത്തനെ സ്റ്റീപ്പാണ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസിന് ചേഞ്ച് ചെറുത് വന്നാൽ അതിനേക്കാളും ചെറിയ ചേഞ്ചാണ് ക്വാണ്ടിറ്റിക്ക് വരിക. സോ ദ higher price change വന്നാലും there will be always lowest change in the quantity. It is called relatively inelastic demand. That is when the proportionate change in the demand is less than the proportionate change in the price. പ്രൈസിൻ്റെ ചേഞ്ചിനേക്കാളും പ്രപ്പോർഷനേറ്റ് ആയിട്ട് നോക്കിയാൽ ഇറ്റ് ഇസ് ലെസ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അങ്ങനെയുള്ള കേസിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. സോ പ്രൈസ് ഇപ്പോൾ 5 റുപ്പീസാണ്, 5 റുപ്പീസ് നമ്മൾ 10 റുപ്പീസാക്കി മാറ്റി. സോ ദ ഡെൽറ്റ പി എത്രയായിരിക്കും, 10 - 5 തന്നെ. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്, കുറവേ വ്യത്യാസം വരുന്നുള്ളൂ. 5 റുപ്പീസ് ആയിരുന്നപ്പോൾ 2 യൂണിറ്റ് വാങ്ങിയിരുന്നത് 10 രൂപയാകുമ്പോൾ ജസ്റ്റ് നമ്മൾ 1 വാങ്ങുന്നുള്ളൂ. അപ്പോൾ അവിടെ റിലേറ്റീവിൽ എന്താ, ജസ്റ്റ് 1. അപ്പോൾ 5-ന് 1 ഉള്ളൂ.
അപ്പോൾ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് 5-ന് 5 വന്നാലേ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് എന്ന് പറയാൻ പറ്റൂ. സോ വെൻ ദി പ്രപ്പോർഷനേറ്റ് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ്, ഇറ്റ് ഈസ് നോൺ ആസ് relatively inelastic demand. So here always EP will be less than 1. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കലി ഇ പി ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു, ഇവിടെ ക്വാണ്ടിറ്റി കുറഞ്ഞു. സോ ദ ഇ പി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. സോ ദീസ് ആർ ദി 4 ടൈപ്സ്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആൻഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അവസാനത്തെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കാം? ഇവിടെ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഡിമാൻഡ് കർവ് വിത്ത് യൂണിറ്ററി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹാസ് എ കോഎഫിഷ്യൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു 1. ഇവിടെ ഇ പി വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1 ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി എത്ര മാറ്റം വന്നു, ഇവിടെ നോക്കുക, ക്വാണ്ടിറ്റി ഇത്ര മാറ്റം വന്നെങ്കിൽ അതേ രീതി തന്നെയാണ്, പ്രൈസ് ഇത്ര മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതേ രീതി തന്നെയാണ് ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. രണ്ടിൻ്റെ ഡെൽറ്റ സെയിം ആ. പി ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താ? P1 minus P2 is equal to Q2 minus Q1. In that case, it is known as elasticity of demand as 1. ഇവിടെ മാറ്റം സെയിം ആണ്. That is, when a demand curve of the unitary price elasticity, a change in the price is met with a proportional change in the demand. Proportional ആയിട്ടാണ് പ്രൈസും അതുപോലെ ഡിമാൻഡും മാറുന്നത്. This means that the total spending of the consumers on the product will remain the change at each price level. എല്ലാ പ്രൈസ് ലെവലും ഒരേപോലെ ആയിരിക്കും മാറുന്നത്. ഇപ്പം 1 രൂപയുള്ളത് 2 രൂപയാകുമ്പോൾ 1 യൂണിറ്റ് വാങ്ങിയവർ 2 യൂണിറ്റ് വാങ്ങിയവർ 1 യൂണിറ്റേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ സെയിം ആണ്, 1 എന്ന കൺസെപ്റ്റില്ല. അങ്ങനെയുള്ള കേസിനെ നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് പറഞ്ഞ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ വാട്ട് വർ ദേ? ഫസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, വേർ ഇ പി ഇസ് ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് വാട്ട് എവർ ബി ദ ചേഞ്ച് ഇൻ പ്രൈസ്, ചെറിയൊരു ചേഞ്ച് ഇൻ പ്രൈസ് വന്നാലും ദ ക്വാണ്ടിറ്റി വിൽ ഡിഫർ ഇൻ എ ഹൈ ക്വാണ്ടിറ്റി. വലിയ രീതിയിലാണ് ക്വാണ്ടിറ്റി മാറുന്നത്, അതുകൊണ്ടാണ് ഇൻഫിനിറ്റി വന്നത്. സെക്കൻഡ് കേസാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. വാട്ട് എവർ ബി ദ പ്രൈസ് ദ ഡിമാൻഡ് റിമെയിൻസ് സെയിം. ദാറ്റ് ഈസ് ഇ പി ഈക്വൽ ടു 0. ഇ പി 0 ആ, ക്വാണ്ടിറ്റി മാറുന്നേ ഇല്ല. തേർഡ് കേസാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് വിൽ cause a higher change in the quantity. That is perfectly elastic demand, EP equal to 1. Then greater than 1. Next, perfectly inelastic. So here the price change ചെറുതാണെങ്കിൽ അതിനേക്കാളും ചെറിയ ചേഞ്ച് ക്വാണ്ടിറ്റിയിൽ വരുന്നുള്ളൂ. ദാറ്റ് ഇസ് ഇ പി ഇസ് ലെസ് ദാൻ 1. ആൻഡ് ദ ലാസ്റ്റ് കേസ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി, ഇ പി ഈക്വൽ ടു 1, where the change in the price is equal to the change in the quantity. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് വരുന്നത്, അത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സോ ഇപ്പം നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി 5 രീതികളിലുണ്ടെന്ന് പറഞ്ഞു. ഇനിയുള്ളത് എങ്ങനെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ പറ്റും? There are 3 methods or 3 measurement of price elasticity of demand, that is percentage method or point elasticity, arc elasticity method and total expenditure or total revenue method. 3 മെത്തേഡാണ് പറയുന്നത്. പെർസെൻറ്റേജ് മെത്തേഡ്, ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് പെർസെൻറ്റേജ് മെത്തേഡ്. പെർസെൻറ്റേജ് വെച്ച് മെഷർ ചെയ്യുന്നു. നമുക്കറിയാം നമ്മളുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്നതാണ് നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് ചേഞ്ച്. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ഡെൽറ്റ ക്യൂ ഡി ബൈ പെർസെൻറ്റേജ് ഡെൽറ്റ പി. സോ ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഡെൽറ്റ ക്യൂ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ഓക്കെ, സോ ദ ഇക്വേഷൻ ഫോർ ദ പെർസെൻറ്റേജ് മെത്തേഡ് ഈസ് delta q by delta p into p into q, where delta q is the change in the quantity, delta p is the change in the price, p is the original price and q is the original quantity. അവിടെയാണ് ഇവിടെ where ഇ പി എന്ന് പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്യൂ എന്ന് പറയുന്ന ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡെൽറ്റ ക്യൂ മീൻസ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദാറ്റ് ഇസ് ക്യൂ 1 മൈനസ് ക്യൂ. പി ഇസ് ഒറിജിനൽ പ്രൈസ് ആൻഡ് ഡെൽറ്റ പി ഇസ് ചേഞ്ച് ഇൻ ദ പ്രൈസ്, പി 1 മൈനസ് പി. അപ്പം ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഡെൽറ്റ ക്യൂ ഡി ബൈ പെർസെൻറ്റേജ് ഡെൽറ്റ പി.
സോ ക്യു ഡി പെർസെൻറ്റേജ് ക്യു ഡി ഡെൽറ്റ ക്യു ഡി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. അത് റീഅറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, സോ ഇങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ നിങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന്. ഇവിടെ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് മെത്തേഡ് ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് 20 per unit, demand is 2400, but when the price goes up to 24, the quantity comes down to 1200. ഇവിടെ കാണുമ്പോൾ അറിയാം പ്രൈസ് കൂടി 20 എന്നുള്ളത് 24 ആയപ്പോൾ ഡിമാൻഡ് എന്ന് വെച്ച് കുറഞ്ഞു 2400 നിന്ന് 1200 ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എത്രയായിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ വ്യത്യാസം എത്രയാണ്? 2400 minus 1200. So 1200 will be the change in quantity. പിന്നെ ഡെൽറ്റ പി എത്രയായിരിക്കും? ചേഞ്ച് ഇൻ ദ പ്രൈസ് 20 എന്നുള്ളത് 25 ആയി, ദാറ്റ് ഇസ് 4. ഡെൽറ്റ പി ഇസ് 4. പിന്നെ ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? 20 ആയിരുന്നു. അതുപോലെ ഒറിജിനൽ ക്വാണ്ടിറ്റി 2400 ആയിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. 1200ഉം അതുപോലെ 4ഉം പിന്നെ 20 ആൻഡ് 2400 ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ. സോ അത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ചെയ്യേണ്ടതാണ്. യു ഷുഡ് സെൻഡ് ഇറ്റ് ആസ് ആൻ വർക്ക് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ അയക്കണം ഈ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്. ഇനിയുള്ള സെക്കൻഡ് മെത്തേഡ് കാൽക്കുലേഷനാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്. അപ്പോൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഒരു ആർക്ക് കാണുന്നുണ്ടല്ലേ, ഡിമാൻഡ് കർവ് വരച്ച് കഴിയുമ്പോൾ ഡിമാൻഡ് കർവ് എന്താ ഒരു ഇച്ചിരി വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ പ്രൈസ് P1ൻ്റെയും Q1ൻ്റെയും P2ൻ്റെയും Q2ൻ്റെയും ഇടയ്ക്ക് ഒരു ആർക്ക് വന്നിട്ടുണ്ട്. ദിസ് ഇസ് ദ ആർക്ക്. അപ്പം ഈ ആർക്കിനെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന്. സോ ഹൗ ടു മേക്ക് ഓർ കാൽക്കുലേറ്റ് ദിസ് ആർക്ക് ഇലാസ്റ്റിസിറ്റി? ഫസ്റ്റ് വി വോണ്ട് ടു ഡ്രോ എ കോഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്നുള്ളിടത്ത് ഇതൊരു കർവ് ആയിരുന്നു, അതിന് പകരം ഒരു കോഡ് വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഹിയർ. ആൻഡ് ജസ്റ്റ് നെക്സ്റ്റ് വി വോണ്ട് ടു സേ what is Q1 minus Q2 by Q1 plus Q2 into P1 plus P2 by P1 minus P2. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി Q1 മൈനസ് Q2 എന്തായിരിക്കും? ഡെൽറ്റ Q ആയിരിക്കും. അതുപോലെ ഇത് Q1 മൈനസ് Q2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q. P1 മൈനസ് P2 എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ബൈ Q1 പ്ലസ് Q2. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഹിയർ വൺ എക്സാമ്പിൾ ഇസ് ഗിവൺ. Q1 is 6, Q2 is 15. സോ ഡെൽറ്റ ക്യൂ എത്രയായിരിക്കും? 15 മൈനസ് 6 ആയിരിക്കും. ഇനി P1 is 150, P2 is 100. സോ P1 മൈനസ് P2 എത്രയായിരിക്കും? 50. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് P1ഉം P2ഉം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ Q1ഉം Q2ഉം കൂടെ ആഡ് ചെയ്യുക. സോ ദ ആൻസർ യു വിൽ ഗെറ്റ്. സോ ഇവിടെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. യു വോണ്ട് ടു റൈറ്റ് ദിസ് ഓൾസോ. സോ ഡെൽറ്റ ഹിയർ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി യു വോണ്ട് ടു മെഷർ യൂസിങ് ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്. ഇവിടെ പ്രൈസ് തന്നിട്ടുണ്ട്. ആദ്യം 20 ആയിരുന്നു, പിന്നെ അത് ഫോൾസ് ടു 10. സോ ഡെൽറ്റ പി ഇസ് 10. Then the quantity demanded increases from 250 to 500. So the delta Q is what? 250. 500 minus 250. അപ്പോൾ ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും കിട്ടി. ഇനി P1 പ്ലസ് P2 30 ആയിരിക്കും. Q1 പ്ലസ് Q2 എത്രയായിരിക്കും? 750 ആയിരിക്കും. സോ വി വോണ്ട് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് പി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ബൈ Q1 പ്ലസ് Q2. ഓക്കെ, സോ ദിസ് ഇസ് ആർക്ക് ഇലാസ്റ്റിസിറ്റി. അപ്പം നമ്മൾ ഇവിടെ എന്താ ഒരു കർവ് എന്ന കർവിലാണ് കിടക്കുന്നത്. അപ്പോൾ കർവിൽ നിന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അവിടെ പോയിൻ്റ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഡിഫറെൻ്റ് ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദാറ്റ് വി ആർ ടേക്കിംഗ് അനദർ മെത്തേഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ്. ആൻഡ് ദ തേർഡ് മെത്തേഡാണ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റവന്യൂ മെഷർ ചെയ്യുന്നു. സോ വാട്ട് ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് എത്രത്തോളം ചിലവ് വരുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പ്രൈസ് വിത്ത് ദ ക്വാണ്ടിറ്റി.
പി ഇൻറ്റു ക്യൂ ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ ഇവിടെ ടോട്ടൽ ഔട്ട്ലേ പി ക്യൂ എന്ന് എഴുതിയിട്ടില്ലേ, പി ഇൻറ്റു ക്യൂ, പി ക്യൂ എടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വി ക്യാൻ കാൽക്കുലേറ്റ്. ആൻഡ് അണ്ടർ ദിസ് it is not possible to calculate the exact elasticity. നമുക്ക് കറക്റ്റ് നേരത്തെ പോലെ പോയിൻ്റ് വൈസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം 2.5, 7.3 അങ്ങനെയൊന്നും പെർഫെക്റ്റ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്കൊരു റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1, ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1, ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1, ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ യൂണിറ്റ് ഇലാസ്റ്റിറ്റിയും അതുപോലെ ഗ്രേറ്റർ ദാൻ 1 ആണോ അതോ ലെസ് ദാൻ 1 ആണോ, ഇത്രയും മാത്രമേ നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ഫോർത്ത് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇലാസ്റ്റിറ്റി എങ്ങനെയാണ്, മറ്റേടത്തേക്ക് പോയിൻ്റായിട്ട് നമുക്ക് ഉത്തരം കിട്ടും, ഇവിടെ ഉത്തരങ്ങൾ കിട്ടത്തില്ല. വി ക്യാൻ ഓൺലി സേ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1, ഇറ്റ് ഇസ് ഈക്വൽ ടു 1, ഓർ ഇറ്റ് ഇസ് ലെസ് ദാൻ 1. സോ എങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് മെഷർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൈസ് ചേഞ്ച് കൂട്ടിയാലും കുറച്ചാലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒന്ന് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി. ഇവിടെ നമ്മൾ നോക്കിയില്ലേ 6, ഇവിടെ നമ്മുടെ 6 പ്രൈസ് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താ 5 ആയിരുന്നു. അപ്പം നമ്മളുടെ ഔട്ട്ലേ എത്രയാണ് 30, 6 ഇൻറ്റു 5. പിന്നെ പ്രൈസ് 5 ആക്കിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 6 ആയി. ദെൻ ഓൾസോ ദ പ്രൈസ് വാസ് ഓർ ദ ഔട്ട്ലേ വാസ് 30. സോ 30 രണ്ട് പ്രാവശ്യം സെയിം ആയിട്ട് വന്നു. ഇൻ ദാറ്റ് കേസ് വാട്ട് ഇസ് ദ ഇലാസ്റ്റിറ്റി, രണ്ട് പ്രാവശ്യം ഒരുപോലെ വരികയാണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൈസ് ചേഞ്ച് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻ സെയിം, ഇറ്റ് ഇസ് നോൺ ആസ് ഇ പി ഓർ ഇ ഡി ഇസ് 1. അപ്പോൾ 1 ആണ്. ഓക്കെ, ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ പ്രൈസ് ഫോൾസ്, പ്രൈസ് കുറയുമ്പോൾ കൂടുകയാണ് എന്ന കേസ്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണ് 10 ആണ് പ്രൈസ്, അത് 9 ആയി. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് 1 എന്നുള്ളത് 2 ആയി. അപ്പോൾ 10 എന്നുള്ള 1 ഇൻറ്റു 10 അതുപോലെ 9 ഇൻറ്റു 2 18 ആണ്. ഹിയർ ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ ഔട്ട്ലേ അല്ലേ, 10 എന്നുള്ളത് 18 ആയി. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ഔട്ട്ലേ വിത്ത് ദ ഡിക്രീസ് ഇൻ ദ പ്രൈസ്. 10 എന്ന പ്രൈസ് 9 ആയപ്പോൾ ഔട്ട്ലേ 10 എന്നുള്ളത് 18 ആയി. ദർ ഇസ് ഡിക്രീസ്. ഇൻ ദാറ്റ് കേസ് ദ ഇലാസ്റ്റിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. സോ with a change in the or with a decrease in the price, when the price falls, if the expenditure increases, then ED is greater than 1. While in other case, ഇവിടെ നോക്കുകയാണ് പ്രൈസ് 4 ആയിരുന്നു, പിന്നെ പ്രൈസ് 3 ആയി. ഈ കേസ് പ്രൈസ് 4 ആയി, അത് 3 ആയപ്പോൾ എന്ത് സംഭവിച്ചു, ക്വാണ്ടിറ്റി 7 എന്നുള്ളത് 8 ആയി നോർമലായിട്ട്. പക്ഷേ നമ്മൾ ഔട്ട്ലേ നോക്കുമ്പോൾ 7 ഇൻറ്റു 4 28 ആയിരുന്നു, 7 ഇൻറ്റു 4 8 ഇൻറ്റു 3 24 ആണ്. ഹിയർ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് വെച്ച് ഡിക്രീസ് ഇൻ ദ ഔട്ട്ലേ ആ സംഭവിച്ചത്. അങ്ങനെയുള്ള കേസിന് നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. where with an decrease in a price there is an increase in an expenditure, it is said to have an elasticity of demand greater than 1. With a decrease in the price where there is a decrease in the total expenditure, then there is always or the elasticity of demand is always less than 1. ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മെത്തേഡിൽ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നത് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, അതാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ പറഞ്ഞു. സെക്കൻഡ് ആർക്ക് ഇലാസ്റ്റിറ്റി ആയിരുന്നു. അതിലെന്താ ഇക്വേഷൻ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ബൈ Q1 പ്ലസ് Q2. അത് ആർക്ക് ഇലാസ്റ്റിറ്റിയുടെ മെത്തേഡ്. ഇവിടെയാണെങ്കിൽ നമ്മൾ പ്രൈസ് എഴുതും, അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എടുക്കും. P ഇൻറ്റു ക്യൂ വെച്ച് ടോട്ടൽ റവന്യൂ ഓർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് പ്രൈസും മാറി ക്വാണ്ടിറ്റിയും മാറി, ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ രണ്ട് കേസിൽ ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ ഹിയർ ദ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് 1. വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ എ പ്രൈസ് ആൻഡ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, then the elasticity of demand is greater than 1. When the price falls, the expenditure also falls, then the elasticity of demand is always less than 1. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ലെങ്തി ആയിട്ടുള്ളതായിരുന്നു. സോ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് what are the determinants. Determinants നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതാണ്. സോ ടുഡേ വി ഹാവ് സീൻ what are the various types of demand: derived, direct, individual, market, company and industry demand.
Then what is meant by extension and contraction of demand? ഇത് നമ്മൾ പഠിച്ചു. Then shift in demand. ഇത് രണ്ട് നിങ്ങൾ അസൈൻമെൻറ്റ് പോലെ എഴുതാൻ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ രണ്ടിനെ കമ്പാരിസൺ പറഞ്ഞു. എങ്ങനെയാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും അതുപോലെ കോൺട്രാക്ഷനും അതുപോലെ എക്സ്പാൻഷനും. Then what are the types of elasticity? Price elasticity, income elasticity, cross elasticity, advertising elasticity. അതിൽ 4 എണ്ണവും പറഞ്ഞു. ഇതിലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റിയിൽ തന്നെ പല ടൈപ്സാണ് പറഞ്ഞത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ ഹൗ വി ക്യാൻ മെഷർ ദിസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. 3 മെത്തേഡ്സ് പറഞ്ഞു. പെർസെൻറ്റേജ് മെത്തേഡ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആർക്ക് ഇലാസ്റ്റിറ്റിയും അതേപോലെ ലാസ്റ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇലാസ്റ്റിറ്റിയും. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. Next day we will deal with what are the factors influencing price elasticity. ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് പറഞ്ഞ പോലെ ഇനി പ്രൈസ് ഇലാസ്റ്റിറ്റിക്ക് എന്തൊക്കെ ഡിറ്റർമിനൻസ് വരുന്നുണ്ട്. Okay, so with this we can end today's class. Thank you.